എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Swords, Four of Pentacles, Ten of Wands, Two of Wands, Eight of Wands, Three of Pentacles. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 4 of Swords and 8 of Wands എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ അത് ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരുടെ വാക്കുകൾ ഏറ്റെടുക്കാതിരുന്നാൽ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാം. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു സാഹചര്യമാവും. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുന്നത് മൂലം അത് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ, മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും മറ്റാളുകൾ പറയുന്ന സൗഹൃദത്തിലാണെങ്കിലും ബന്ധങ്ങളിലും മറ്റുള്ളവർ പറയുന്നത് മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. ഒരു പരിധിവരെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാനസിക സംഘർഷം ഒഴിവാക്കാം. കാരണം മാനസികമായിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പിന്നീട് ശാരീരിക അസ്വാസ്ഥ്യത്തിലേക്കും കൊണ്ടെത്തിക്കാം. കാരണം ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക പിന്നത്തേക്ക്. അതുപോലെ എപ്പോഴും ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ ഉറക്കം, മറ്റു കാര്യങ്ങൾ, ബാക്കി ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും താല്പര്യം അധികം പ്രകടിപ്പിക്കാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ, ഹോബീസിനൊന്നും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു മാസം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, അതായത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സംഘർഷവും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ബാക്കി പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്ന ഒരു സമയമാണ്. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് എല്ലാം നിങ്ങൾക്കൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു സമയം കുറവായിരിക്കും. അപ്പോൾ പരമാവധി ടൈം മാനേജ്മെൻ്റ് ആവശ്യമാണ്. ഓരോ കാര്യത്തിനും കൃത്യമായിട്ടുള്ള സമയം നീക്കി വയ്ക്കുന്നത്, ടൈംലി ആയിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. അതേപോലെ തന്നെ 4 of Pentacles and 2 of Wands എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. പക്ഷേ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുറച്ചധികം പിശുക്ക് കൂടുതലുള്ളത് കൊണ്ടുള്ള സാഹചര്യമാവാം. അതായത് പിശുക്ക്, നിങ്ങൾക്ക് പൊതുവേ ഇച്ചിരി പിശുക്കുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പൈസ ചിലവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ സമയത്തിൽ അല്ലെങ്കിൽ സാധാരണ മാസങ്ങളിൽ കയ്യിലുണ്ടാകാറുള്ള അത്രയും പൈസ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതൊരു സാമ്പത്തിക ഞെരുക്കമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക്, പക്ഷേ ശരിക്കും നിങ്ങൾ ഇച്ചിരി കൂടുതൽ പൈസ ഈ ഒരു സമയത്ത് ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചിലവാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചിലവാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചില കാര്യങ്ങളോടൊക്കെ മോഹങ്ങൾ കൂടുതലായിരിക്കും. അതായത് വിലപിടിപ്പുള്ള കാര്യങ്ങളോട്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി സാധനങ്ങൾ, പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം ഈ ഒരു സമയത്ത് കൂടുതലാണ്. ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പറയുന്ന അനാവശ്യമായിട്ട് കടയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വെറുതെ ഷോപ്പിൽ, മോൾസിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പതിവ് പോലെ വാങ്ങിക്കാതെ പോരുന്ന ശീലമായിരിക്കില്ല, വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങൾക്ക് മാനസിക സംഘർഷം കാര്യങ്ങൾ ഒഴിവാക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ. അപ്പോൾ വസ്ത്രം ദാനം ചെയ്യുന്ന വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും ദാനം ചെയ്യാം. അന്നദാനമാവാം, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യാം, പാല്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു.
അതേപോലെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല കാര്യങ്ങൾ എന്നുള്ളൊരു സാഹചര്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പരമാവധി മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. വിചാരിച്ച പോലെ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങുന്നു. മറ്റ് ചില ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. മറ്റുള്ള ചില കാര്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്നല്ല, കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് വിചാരിച്ച പോലെ പെട്ടെന്നാവില്ല എന്നുള്ളത് മാത്രം ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹോബീസ് കാര്യങ്ങളൊക്കെ ഒരു വരുമാന മാർഗമാക്കിയിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വരുന്നുണ്ട് ഒരു ബിസിനസ്സിലേക്ക്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അതേപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം ടീം വർക്കാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ടീം വർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു ടീം വർക്കാണ് നിങ്ങൾക്ക് പ്രയോജനം. അപ്പോൾ ടീമായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പം മറ്റുള്ളവരുടെ ഇൻപുട്ട്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് ടീം വർക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക പരമാവധി. നിങ്ങളായിട്ട് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതോ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുപോയേക്കാം. അപ്പോൾ ഒരു ടീം വർക്കാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. അതേപോലെ 10 ഓഫ് ഫോൺസ് എനർജി ആൻഡ് 8 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട്. പോസിറ്റീവായിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ളൊരു സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പൊതുവെ പോസിറ്റീവായിട്ട് ഇരിക്കാവുന്നതാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുകയും ചില പ്രവൃത്തികൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതാണ്. പല കാര്യങ്ങളുടെയും പര്യവസാനത്തിൻ്റെ സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് ഫോൺസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകളുടെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്, എയർ ട്രാവൽ. അപ്പോൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്കുള്ളൊരു യാത്ര സൂചിപ്പിക്കും. വിദേശത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ചിലവ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലവാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒത്തിരി പേർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലാവിഷായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് നിങ്ങൾ ചിലവാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ചിലവാക്കാം എന്നുള്ളൊരു ചിന്തയൊന്നും നിങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അറിയാതെ ഒത്തിരി ചിലവാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എത്രയുണ്ട്, എത്രത്തോളം ചിലവാക്കാം എന്നുള്ളതിൻ്റെ ഒരു നല്ല രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കുക. ബഡ്ജറ്റിംഗ് നല്ലതാണ്. നല്ല രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ചിലവാക്കുക. എന്തൊക്കെയാണ്, എത്രയൊക്കെ വാങ്ങിക്കാം, എന്തൊക്കെ ചിലവാക്കാം, ഏത് രീതിയിൽ, ഏത് കാര്യത്തിലും എന്നൊക്കെ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം, അതായത് ആവശ്യത്തിൽ കവിഞ്ഞ് പൈസ ചിലവായേക്കാം എന്നുള്ളതാണ്. 4 ഓഫ് സോർട്സ് ആൻഡ് 2 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുറച്ച് സ്ട്രെസ്സ് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച പുതിയ കോഴ്സൊക്കെ എടുത്തവരാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല കോഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഘർഷം ഉണ്ടാകും. കാര്യങ്ങൾ പഠിച്ചു വരാനുള്ളൊരു സമയമാവാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടിയും പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട്
ഒരു പരിധി വരെയുള്ള മനസ്സമാധാനമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. തൃപ്തികരമായിട്ടുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.